എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസ് നഴ്സിംഗ് കോളേജസ് അസോസിയേഷൻസിൻ്റെയും അലോട്ട്മെൻറ്റ് നടപടികൾ ഏകദേശം മെയ് 20-ാം തീയതിയോടെ ആരംഭിച്ചേക്കും. നിലവിൽ ആ ഒരു ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഈ ഒരു മെയ് 20-ാം തീയതിയോടെ ആരംഭിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ അസോസിയേഷനുകൾ ഗവൺമെൻറ്റിന് നൽകുന്ന, അതായത് ഓരോ വർഷവും 50% സീറ്റുകൾ, അതായത് പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കീഴിൽ വരുന്ന കോളേജുകളിലെ 50% സീറ്റുകളിലേക്ക് ഗവൺമെൻറ്റിന് അലോട്ട്മെൻറ്റ് നടത്തുന്നതിനായിട്ട് വിട്ടു നൽകാറുണ്ട്. അപ്പോൾ ഇത്തവണ ആ ഒരു സീറ്റുകൾ ഗവൺമെൻറ്റിലേക്ക് വിട്ടു നൽകേണ്ടതില്ല എന്നാണ് നിലവിൽ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ ആ ഒരു യോഗ തീരുമാനം വന്നിട്ടുള്ളത്. കാരണം 2017 മുതലുള്ള ഈ ഒരു നഴ്സിംഗ് അതുപോലെ പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തിയ വകയിൽ രജിസ്ട്രേഷൻ ഫീസായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തുകയിൽ നിന്നും 18% GST തുക അടക്കണം എന്ന് ഗവൺമെൻറ് നിർബന്ധമായിട്ടും ആ ഒരു രീതിയിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം മാനേജ്മെൻറ്റ് അസോസിയേഷന് വലിയൊരു ബാധ്യതയായിരിക്കും. കാരണം ഏകദേശം കോടിക്കണക്കിന് രൂപ ആ ഒരു രീതിയിൽ ബാധ്യതയായിട്ട്, അതായത് ആ ഒരു പൈസയായിട്ട് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു 50% സീറ്റ്, അതായത് ഗവൺമെൻറ്റിന് വിട്ടു നൽകുന്ന ആ ഒരു സീറ്റുകളിലേക്ക് കൂടി മാനേജ്മെൻറ്റ് അസോസിയേഷൻ അലോട്ട്മെൻറ്റ് നടത്തുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ചില സമയത്ത് കോളേജുകളിലേക്ക് നേരിട്ടായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയൊരു ബാധ്യതയായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് MCS FNCK PNCMAC എന്നിങ്ങനെയുള്ള ഈ ഒരു വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് ഏകദേശം മെയ് 20-ാം തീയതിയോടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് ഈ ഒരു PNCMAC.in അതുപോലെ തന്നെ MCSFNCK.com എന്നിങ്ങനെയുള്ള വെബ്സൈറ്റുകൾ വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ ഈ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ MCSFNCK എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ഒരു അസോസിയേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജിൽ കൂടുതൽ സീറ്റുകൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ PNCMAC.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു GST തുക അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഓർഡർ നൽകിയത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ 50% സീറ്റ് ഗവൺമെൻറ്റിലേക്ക് അലോട്ട്മെൻറ്റ് നടത്താനായിട്ട് വിട്ടു കൊടുക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും ഈ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ പിന്മാറുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും ഈ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾക്കായിട്ടുള്ള നല്ലൊരു തീരുമാനം വരികയാണെങ്കിൽ ഈ ഒരു സീറ്റുകളിലേക്ക് കൂടി LBS ആയിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുക. അഥവാ ആ ഒരു രീതിയിൽ തീരുമാനം ആയിട്ടില്ല എങ്കിൽ LBSന് പകരം ആ ഒരു സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ സീറ്റിലേക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷൻ നേരിട്ട് തന്നെ അലോട്ട്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത കാണുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എപ്പോഴാണ് ഈ ഒരു MCS FNCKയുടേത് എന്നുള്ളത് അറിയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ BSc നഴ്സിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതായത് നിലവിൽ ഇപ്പോൾ ഇത് 2024 ഇത് 2023 ആ ഒരു ഡീറ്റെയിൽസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും ഓർഡർ ലഭിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് നടത്തുക എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇതിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. ഇത് 2023 ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ആ ഒരു രീതിയിലാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഈ ഒരു MCS FNCK വെബ്സൈറ്റിലുള്ളത്, അതായത് ഇവർക്ക് കീഴിലുള്ളത് എന്നുള്ളത് അറിയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കോളേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, BSc നഴ്സിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജസിൻ്റെ ലിസ്റ്റ് ഏതാണ്, അതായത് ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളത് അറിയാം. ഈ ഒരു കോളേജുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിലവിൽ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിയത് കൊണ്ടാണ്, അതായത് ഇപ്പോൾ ആ ഒരു ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു പ്രവൃത്തികളൊക്കെ ആരംഭിച്ചത് കൊണ്ടാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും വരാത്തത്. അല്ല എങ്കിൽ ഒരു PDF രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഡീറ്റെയിൽസ്, കോളേജിനെ സംബന്ധിച്ചുള്ള ആ ഒരു ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കോഴ്സസ് ആ ഒരു ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു BSc നഴ്സിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിലവിൽ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങളൊന്നും ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ 2024 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അഡ്മിഷൻ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി അതായത് നിങ്ങളുടെ ഫോൺ വഴി അറിയാൻ സാധിക്കും. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ ID, അതുപോലെ ഏത് കോഴ്സിലേക്കാണോ പ്രവേശനം നേടുന്നത് ആ ഒരു കോഴ്സ് എന്നിവ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫോൺ നമ്പറിലേക്ക് അഡ്മിഷൻ ആരംഭിക്കുന്ന സമയത്ത് ഇവർ ആ ഒരു ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്രങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചാനലുകളോ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ AMCS FNCK വഴി നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ വഴിയും അത് മാനേജ്മെൻറ്റ് കോളേജുകളിലേക്കും അതുപോലെ തന്നെ PNCMAC.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷനുകളിലേക്ക് കീഴിലുള്ള ആ ഒരു കോളേജിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കോളേജസ് അറിയുന്നതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റിലും അതുപോലെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് AMCSFNCK.com മറ്റേ ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര് PNCMAC.in എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കോളേജസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിലാണ് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസുകൾ ജസ്റ്റ് ഒന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികൾ മെയ് 20-ാം തീയതിയോടെ ആരംഭിക്കാനാണ് സാധ്യത. അപ്പോൾ ഏകദേശം 850-ഓളം രൂപയാണ് ഫീസായിട്ട് വരിക ഈ ഒരു എല്ലാ കോളേജുകളിലേക്കും അപ്ലൈ ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.